ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന FC ബാഴ്സലോണ വിസസ് ലെവന്റെ മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ 3-0 ബാഴ്സലോണ ആധികാരികമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ചതോടുകൂടിയിട്ട് ലാ ലീഗിന്റെ ടോപ്പിൽ തലപ്പത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരാഴ്ചയിലൂടെ നിങ്ങൾക്ക് സമയം കിട്ടിയത്, ഒരൊറ്റ ആഴ്ചയുടെ മുകളിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 3-4 മാസങ്ങൾക്ക് ശേഷം ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാലും നിങ്ങൾക്ക് ഒരാഴ്ച തികച്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഒസസോനയായിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് പരാജയപ്പെട്ടു. 2011 ശേഷം റയൽ മാഡ്രിഡ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് അവിടെ പരാജയപ്പെടുന്നത്. അപ്പോൾ ഒസസോനയാണ് ഇവരുടെ ഒടിച്ചു വിട്ടത്. അങ്ങനെ റയൽ മാഡ്രിഡ് വീണ്ടും 2ാം സ്ഥാനത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഒരൊറ്റ പോയിന്റ് ലീഡേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തലപ്പത്ത് ഇരിക്കണമെങ്കിൽ ആ കുറച്ച് എന്താ പറയുക, ആ ഒരു കുറച്ച് ഇത് വേണം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് റയൽ മാഡ്രിഡ് ഫാൻസ് എമ്മാതിരി മെഴുകലായിരുന്നു എന്നറിയോ? എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഇപ്പം എന്തായി? ഈ ചങ്ങായിമാർക്ക് കോപ്പ ഡെൽ റേയിൽ പോയി, സൂപ്പർ സ്പാനിഷ് കപ്പ് അന്ന് ഫൈനലിൽ പുറത്തായി. ജിറോണയായിട്ട് 2-1 പരാജയപ്പെട്ടപ്പോഴാണ് റയൽ മാഡ്രിഡ് ടേബിളിന്റെ ടോപ്പിലേക്ക് എത്തിയത്. അതിനു മുമ്പ് അത്ലറ്റിക് മാഡ്രിഡായിട്ട് 4-0 ബാഴ്സലോണ പരാജയപ്പെട്ടു. അപ്പൊ 2 കണ്ടിന്യൂസ് മത്സരങ്ങൾ തോറ്റപ്പോൾ റയൽ മാഡ്രിഡ് എവിടെ നിന്നാണാവോ മാളത്ത് നിന്ന് ഇത്രയും ഫാൻസുകാർ പുറത്തു വന്ന്? എമ്മാതിരി ടോളുകളാണ്. പക്ഷെ ഇതൊക്കെ തിരിച്ചു കിട്ടിയിരിക്കണം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. ഒരാഴ്ച നിങ്ങളെ കൂടെ തികച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ റയൽ മാഡ്രിഡിനോടാണ്, നിങ്ങളുടെ ഫാൻസുകാരോട് ചെയ്യുന്ന ഭയങ്കര വല്ലാത്തൊരു ചതിയാട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ടോപ്പിൽ കുറച്ചു കാലം ഇങ്ങനെ ബാഴ്സലോണിന്റെ അടിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ആഘോഷിക്കാന്നുള്ളൊക്കെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്ന് ഇന്നലെ ഒസസൂനയായിട്ട് അവര് റയലിന്റെ ഓടിച്ചു കളഞ്ഞത്. ഒസസൂന അപ്പോ കളി പരാജയപ്പെട്ടു. ഇതേപോലെ എന്താണ് ജിറോണയ്ക്കെതിരെ ബാഴ്സലോണയ്ക്ക് പറ്റിയ അതേ പരിപാടിയാണ് ഒസസോനയ്ക്കെതിരെ റയൽ മാഡ്രിഡിന് പറ്റിയത്. അങ്ങനെ 2-1 പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അതോടുകൂടിയിട്ട് വീണ്ടും താഴേക്ക്. ഇന്നലെ ലെവൻ്റായിട്ടുള്ള മത്സരത്തിൽ ബാഴ്സയുടെ ആധികാരിക വിജയം 3-0 വിജയമാണ് നേടിയത്. എന്താ പറഞ്ഞാൽ മിഡ്ഫീൽഡർമാർ അരങ്ങുവാണപ്പോ, മിഡ്ഫീൽഡർമാർ ഗോൾ അടിച്ചു കൂട്ടിയപ്പോ 3-0 വിജയം ബാഴ്സലോണ നേടി. വീണ്ടും തലപ്പത്തെത്തിയിരിക്കുകയാണ്. ഒരു പോയിന്റ് ലീഡുള്ളൂ. പക്ഷെ ആ ഒരു പോയിന്റ് ആണെങ്കിലും ആ ഒരു തലപ്പത്തിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിന് വേറെ ലെവൽ തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ തലപ്പത്തിരിക്കണം. പക്ഷെ ആഴ്സണലിൽ എപ്പോഴും ഒരു ടെൻഷനാണ്. എന്താ പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി താഴെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ആരാണ് ടോപ്പിൽ ഇങ്ങനെ കുറച്ചു കാലം ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് മേധാവിത്വം കൂടുതലാണ്. റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, ബാഴ്സലോണ ആയിക്കോട്ടെ. കഴിഞ്ഞ സീസണിൽ ഇതേപോലെ 9 പോയിന്റ് ഒക്കെ ലീഡിൽ നിന്ന റയൽ മാഡ്രിഡ് ആയിരുന്നു. അതൊക്കെ അവസാനം ഇപ്പോൾ 30 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ബാഴ്സലോണ ഒരു തിരിച്ചു വരവായിരുന്നു. ലാസ്റ്റ് അവസാനം കപ്പടിച്ചിട്ടാണ്, ലാ ലീഗ് അടിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ റയൽ മാഡ്രിഡിന്റെ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന ബെൻഫിക്കയായിട്ട് ഒരു ഗംഭീര കളി ചാമ്പ്യൻസ് ലീഗിൽ വരാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ലെവന്റെ വിസസ് FC ബാഴ്സലോണ മത്സരത്തിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ലെവന്റെ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടൊരു മത്സരം പ്രതീക്ഷിച്ച് കാത്ത് നിന്ന ബാഴ്സ ആരാധകർ നെട്ടിച്ചുകൊണ്ടാണ് ലെവന്റെ തുടക്കം. 20 സെക്കൻഡ് കഴിഞ്ഞില്ലടോ ഗംഭീരമായിട്ടൊരു അറ്റാക്കിങ്ങിലൂടെ ജോൺ ഗ്രാസിയയുടെ മുമ്പിലേക്ക് പോവാണ്. ബാഴ്സ ഗോൾ മുഖത്തിലേക്ക് ഇരച്ച് കയറിയത്. എറിക് ഗ്രാസിയയുടെ ആ ഒരു പ്രസ്സിങ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചങ്ങയുടെ ഒരു ഫിനിഷിങ്ങും പാടവും ഒന്ന് ഫ്ലോപ്പായി പോയി എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഫസ്റ്റ് 20 സെക്കൻഡിനുള്ളിൽ റെക്കോർഡ് ഇട്ട് ആ ഗോൾ കയറിയതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തുടങ്ങി. പക്ഷേ 3-ാം മിനിറ്റിൽ തന്നെ ക്യാൻസലോന്റെ ഒരു കിടിലൻ ഒരു ട്രിബിളിങ്ങിലൂടെ ഒരു ക്രോസ് കൊടുക്കണം കൊണ്ടാക്കി കിടിലൻ ഒരു ചാൻസ് കിട്ടിയത്. പക്ഷേ ചങ്ങായി അടിച്ചു കളഞ്ഞത് പോസ്റ്റിന്റെ മുകളിലൂടെ അങ്ങോട്ട് പറപ്പിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ 4-ാം ബാഴ്സലോണ എന്തായാലും ലീഡ് ഉയർത്തി. കോർണർ കിക്കിലൂടെ ഷോർട്ട് കോർണർ എടുത്തിട്ട് റഫീനിയ ഓൽമോയ്ക്ക് പാസ് കൊടുക്കണം. ഓൽമോ അവിടെ നിന്ന് യമാലിലേക്ക് നീട്ടണം. യമാലി ക്യാൻസലോയ്ക്ക് കൊടുക്കണം. ക്യാൻസലോ ലെഫ്റ്റ് വിങ്ങില് ഗ്രാസിയ, എറിക് ഗ്രാസിയ അവിടെ നിൽക്കണ്ടായിരുന്നു. ആൾക്ക് പാസ് ചെയ്യണം. ആള് ഒരു നിമിഷം വേസ്റ്റ് ചെയ്യാതെ ആ ക്രോസ് പോസ്റ്റിലേക്ക് തൊടുത്തു വിട്ടു. ബെർണാൽ അവിടെ നിൽക്കണ്ടായിരുന്നു. ബെർണാൽ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ആ സുന്ദരമായൊരു ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പോയി. അതോടുകൂടിയിട്ട് ഈ സീസണിൽ 2ാമത്തെ ഗോളാണ് ബെർണാലിന്റെ വക. ബെർണാലിന്റെ കളി എന്ന് പറഞ്ഞാൽ പെഡ്രി ഇല്ലാത്ത സമയത്ത് അത്യാവശ്യം പെഡ്രിയുടെ പണിയൊക്കെ എടുത്തിട്ടുണ്ട് ആ ചങ്ങായി. ഇതേപോലെ യൂത്ത് ലീഗിൽ കളിക്കുന്ന സമയത്ത് യമാലിനേക്കാളും അതേപോലെ ഒരുപാട് പ്ലേയേഴ്സിനേക്കാളും ചങ്ങായിയുടെ ഗോൾ സ്കോർ ഒരുപാട് ഒരു എന്താണ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാഴ്സയ്ക്ക് ഒരുപാട് കാലത്തെ പരിക്കിന് ശേഷമാണ് ചങ്ങായി കളത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ട് 2 ഗോളായി ഇപ്പോൾ ഈ സീസണിൽ അടിക്കുന്നത്. അതിനുശേഷം കളി ഏകപക്ഷീയമായിട്ട് ബാഴ്സയുടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ലെവന്റെ 18-19 സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ ഹോം മാച്ചാണ്. ബാഴ്സ ഇതുവരെ ഹോം മാച്ചിൽ 12 മത്സരങ്ങൾ പരാജയപ്പെടാതെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന സ്പോട്ടിഫൈ ക്യാമ്പ് നോവില് 7-ാം മിനിറ്റിൽ റഫീനിക്ക് ഒരു കിഡിലൻ അവസരം വരികയാണ്. എന്താ പറഞ്ഞാൽ ആരാണ് ആ ക്രോസ് ഇട്ട് കൊടുത്തെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു യമാലാണോ അതോ ഓൽമോയാണോ
അതോ ബെർണാലാണോ എന്നറിയില്ല, കിട്ടിയില്ല ഒരു ക്രോസ് ആയിരുന്നു. പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിലേക്ക് വന്ന ബോൾ ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്യാൻ റഫീനിക്ക് പണിയുണ്ടായിരുന്നു. പക്ഷെ അത് ചിപ്പ് ചെയ്ത് ഗോൾ പോസ്റ്റിന്റെ ഗോളിയുടെ നെഞ്ഞത്തിലേക്കായിരുന്നു, ജസ്റ്റിലേക്കായിരുന്നു കിട്ടിയത്. അത് അവിടുന്ന് പോയിട്ട് നേരെ പോകുന്നത് ലെവൻഡോസ്കിയുടെ കാലിലേക്ക്. ലെവൻഡോസ്കി അതിനെ അടിച്ചിട്ട് കളഞ്ഞിട്ടില്ല. ആ ബൗൺസ് ചെയ്യിക്കില്ല, നമ്മൾ ക്രിക്കറ്റിലൊക്കെ ബോൾ ബൗൺസ് ചെയ്യിക്കുന്ന പോലെ അവർ കുത്തിയിട്ട് ഒരു പൊക്കല ബോളിലേക്ക്. എന്താന്ന് പറഞ്ഞാല് നമ്പർ 9 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാഴ്സലോണയുടെ കാലിൽ ഫെറാൻ ആയിക്കോട്ടെ അതുപോലെ ലെവൻഡോസ്കി ആയിട്ട് അവിടെ ഒരു വട്ട പൂജയാണ്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കളികളിൽ ഒരു 4 മിഡ്ഫീൽഡർമാരെ ഇറക്കിയിട്ട് പോടാ. ഈ കളി തന്നെ ഡിജോൺ ഗോൾ അടിച്ചു. ഡിജോൺ ഈ സീസണിൽ ആദ്യത്തെ ഗോളെന്ന് ആലോചിക്കണം. ഫെർമിന് ഗോൾ അടിച്ചു, അതേപോലെ തന്നെ ബെർണാല്, 3 മിഡ്ഫീൽഡർമാരെ ഗോൾ അടിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ നമ്പർ 9 സ്ട്രൈക്കറിന്റെ റോളിൽ കളിക്കുന്നത് ആലോചിക്കുന്നത്. കിട്ടിയ 2-3 ചാൻസുകൾ, കിടിലൻ ചാൻസുകൾ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെ ക്യാൻസലിലേക്ക് ഒരു കിടിലൻ അവസരം കിട്ടി. ഒരു ക്രോസ് കൊടുത്താണ്, ആ ക്രോസ് നേരെ ചെല്ലുന്നത് പോസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സീസണിലല്ല ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ വന്ന ശേഷം ഈ പോസ്റ്റിലേക്ക് അടിക്കല് ബാഴ്സലോണയുടെ പ്ലെയർ കുറച്ച് കൂടുതൽ. എന്തെങ്കിലും ചലഞ്ച് നടത്തേണ്ടത് ഒരു ഡൗട്ട് ഉണ്ട്. ഈ ട്രെയിനിങ് സെക്ഷനിൽ ഈ ചങ്ങായി ഹാൻസി ഫ്ലിക്ക് ഈ ക്രോസ് ബാറിൽ അടിക്കുന്ന ആ ചലഞ്ച് ഉണ്ട്, അത് നടത്തേണ്ടതെന്നൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞു അടുത്ത നിമിഷം തന്നെയാണ് ക്യാൻസറിന്റെ ഒരു കിടിലൻ ക്രോസ് വരുന്നത്. ഡിജോൺ ജസ്റ്റ് കാലൊന്ന് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡിജോണിന്റെ ഈ സീസണിൽ തന്നെ ആദ്യത്തെ ഗോളാണെന്ന് ആലോചിക്കണം. അങ്ങനെ 20 ഗോളുകൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി തയ്ക്കാണ് ഡെക്കോയും. അതിനുശേഷം അങ്ങനെ 1-2 പേരാണ് 20 ഗോൾ മിഡ്ഫീൽഡർമാരിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഡിജോൺ കൂടി കയറിയാണ്. ഡിജോണിന്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നലെയും കണ്ടത്. പെട്രി ഇല്ലാത്ത ഒരു ഇതിൽ ഒരു 80-90% വരെയൊക്കെ ഈ ചങ്ങായി, ചില കളികളിലൊക്കെ ഡിജോണിന് നമ്മൾ ഒരുപാട് പറയലുണ്ട് മോശം പ്രകടനങ്ങൾ. പക്ഷെ പെട്രി ഇല്ലാത്തൊരു അവസരത്തിൽ ആൾക്ക് എന്താണ് ഉത്തരവാദിത്വം, ആ ഒരു ക്യാപ്റ്റൻ ബാൻഡിന്റെ അത് വെച്ചിട്ടുള്ള ഒരു കളി മിന്നും പ്രകടനം തന്നെ ഇന്നും എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗോള് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 2-0 ഹാഫ് ടൈമിന് പിരിയാണ്. ഹാഫ് ടൈമിന് ശേഷം വളരെ വിരസമായൊരു കളി തന്നെയായിരുന്നു. 2 ടീമുകൾ ഇങ്ങനെ ബോൾ തട്ടി കളിക്കുന്നതല്ലാണ്ട് ഗോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യലും അങ്ങനെ വലിയതൊന്നും ഉണ്ടായിട്ടില്ല. ക്യാൻസറിന്റെ പ്രകടനം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഹാഫിൽ ഡിഫൻസിലായിക്കോട്ടെ അറ്റാക്കിങ്ങിലായിക്കോട്ടെ മിന്നും പ്രകടനം. ഈ ചകയ്ക്ക് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില കളികൾ നല്ല കിടിലം ഫോമിലേക്ക് കളിക്കുക, ചില കളികൾ ഭയങ്കര മോശപ്പെട്ട പെർഫോമൻസ്. ഇന്ന് കിടിലം പെർഫോമൻസ്, ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിഫൻസിലും അറ്റാക്കിങ്ങിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. ലെവൻഡോസ്കിയൊക്കെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങയുടെ പേരിൽ 1-2 അസിസ്റ്റും കൂടി കയറിണ്ടാവും. അങ്ങനെ ബാൽഡേക്ക് പകരമായിട്ട് കാൻസെല്ലോ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കമൻട്രി അതേപോലെ വീഡിയോ ബാൽഡേനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുണ്ടയ്ക്കും ഒരു പകരക്കാരനായിട്ട് എപ്പോഴും കളിക്കാനുള്ള ഒരു വിങ്ങിൽ, റൈറ്റ് വിങ്ങിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വന്ന 2 ആൾക്കാരും കളിക്കും. ഇതിപ്പോ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരൊറ്റ സൈഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചില കളികളിലൊക്കെ മടുപ്പ് തോന്നും, അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റീഷൻ ഓരോ പൊസിഷനിലും 1, 2, 3 കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പരിപാടി നടക്കുള്ളൂ. അങ്ങനെ കളി ഇങ്ങനെ വിരസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സൂപ്പർ ത്രില്ലർ സാധനം ഇങ്ങനെ പറഞ്ഞു തരില്ലേ സിനിമകളെ കാണുമ്പോൾ, അതേ ഒരു സാധനം വന്നത്. 81-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ ഒരു ബാങ്കർ. എമ്മാതിരി സാധനോടോ, ഗോൾ പോസ്റ്റിന്റെ വലതുവശത്ത് തട്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഗോൾ കീപ്പർ ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് കിടന്ന് നോക്കാം എന്താ സംഭവിച്ചെന്നറിയില്ല. ലെഫ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു പെനാൾട്ടി ബോക്സിന്റെ കുറച്ചുകൂടെ പുറകിൽ ഒരു 30 അടി അല്ലെങ്കിൽ 40 അടി പുറകിൽ നിന്നിട്ടുള്ള ഒരു സാധനമാണ് വിട്ടത്. ചങ്ങായി ഈ സീസണിൽ മാതിരി ഒരുപാടെണ്ണം എടുത്തിട്ട് റയൽ മാഡ്രിഡിന് വാൽവേർഡെ ആണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഫെർമിൻ ലോപ്പസ് ആണ് ബാങ്കറുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി ലെഫ്റ്റോ റൈറ്റോ ഒന്നും വിഷയമല്ല. ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും കിടിലൻ ഷോട്ടുകളാണ് പായിക്കുന്നത്. 14 ഗോളുകളോളം ലെഫ്റ്റ് കൊണ്ടും അതേപോലെ 11 ഗോളുകളോളം റൈറ്റ് കൊണ്ടും അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സീസൺ തുടങ്ങിയിട്ട് 40 ഗോൾ ആൻഡ് അസിസ്റ്റുകൾ. അതേപോലെ തന്നെ ഈ സീസണിൽ 20 മത്സരങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 22 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 23 ഗോൾ ആൻഡ് അസിസ്റ്റുകൾ ചങ്ങായിന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഓൾമോയ്ക്ക് പകരം ഫെർമിൻ ലോപ്പസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയത് 2 ഷൂട്ടെങ്കിലും ഗോളായിട്ട് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനത്തെ കിടിലൻ അവസരങ്ങൾ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ വെച്ചും പുറത്തു വെച്ചിട്ടും ഓൾമോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോയുടെ ദുർബലമായ ഷോട്ടും ഓഫ് ടാർജറ്റും അതേപോലെ ഗോൾ കീപ്പറിന്റെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തിരിക്കുന്ന ദുർബലമായ ഷോട്ടുകൾ, അങ്ങനെ ബാങ്കറുകൾ അടിക്കണമെങ്കിൽ ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരു ചെക്കനുണ്ട്. ആരാ? ഫെർമിൻ ലോപ്പസ്. എമ്മാതിരി ആ ഗോളും കഴിഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ ഇങ്ങനെ സെല്യൂട്ട് അടിച്ചിട്ട് യമാലിന്റെ മുന്നിൽ പോയിട്ട് എമ്മാതിരി സാധനമാണ്. അതും യമാലിന്റെ അസിസ്റ്റിലൂടെ ആലോചിക്കണം. 23 മത്സരങ്ങളിൽ 22 ഗോൾ ആൻഡ് അസിസ്റ്റുകൾ. ഒരു മിഡ്ഫീൽഡർ ആണെന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു വിങ്ങറോ അല്ല, ഒരു മിഡ്ഫീൽഡറാണ് ചങ്ങായി. അപ്പോ
ഈ ചങ്ങായിയുടെ ഈ ഒരു പെർഫോമൻസ് തന്നെയാണ് ബാഴ്സയ്ക്ക്, ഈ ചങ്ങായിയാണ് ചെൽസിക്ക് വെക്കാൻ നിന്നത്. ബാഴ്സ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഴ്സ മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. ഞാൻ പോവില്ല, ഞാൻ ബാഴ്സയ്ക്ക് വേണ്ടിയിട്ടേ കളിക്കുള്ളൂ, ഈ ബാഡിന് വേണ്ടിയിട്ട് കളിക്കൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്നതാ. ഹൻസി ഫ്ലിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ആ ചങ്ങായി അവിടെ നിർത്തിയത്. അങ്ങനെ കളി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. 88-ാം മിനിറ്റില് റഫീനയുടെ ഒരു കിടിലൻ ഹെഡർ. എന്റെ പൊന്നോ, അതെങ്ങനെയാണ് ആ ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് സേവ് ചെയ്തതെന്ന് ഒരു രക്ഷയില്ല. ആ സേവ് ചെയ്തിട്ട് റീബൗണ്ട് വരുമ്പോ തന്നെ അത് വീണ്ടും ഫെർമിന്റെ സെക്കൻഡ് ഗോളാന്ന് പ്രതീക്ഷ ഓർപ്പിച്ചതാ. അതും ആ ചങ്ങായി സേവ് ചെയ്തിടും. മതി, നിങ്ങൾ 3 ഗോൾ അടിച്ചാൽ മതി, ഇനി ഇതിൽ കൂടുതൽ ഗോൾ അടിക്കണ്ട എന്നുള്ള ആ ഒരു മെന്റാലിറ്റി. ആ 2 സേവുകൾ, ആ റഫീനയുടെ ഒക്കെ ഞാൻ ഗോളിന്ന് പ്രതീക്ഷ, എന്താ പറഞ്ഞാൽ ആ ചങ്ങായി അത്ര മാത്രം ഡിസേർവ്ഡ് ആയിരുന്നു ഒരു ഗോളിന് വേണ്ടിയിട്ട്. ചുരുങ്ങിയതൊരു 3 ചാൻസ് ആണ് ചങ്ങായിയുടെ ആ ഗോൾ കീപ്പർ സേവ് ചെയ്ത് മാറ്റിയത്. എന്താ പറഞ്ഞാൽ ആ ഗോളിന് വേണ്ടിയിട്ട്. അതേപോലെ ഡിഫൻസിൽ ഒരു 68-ാം മിനിറ്റിൽ അങ്ങനെ തോന്നുന്നുണ്ട്, ബാഴ്സയുടെ പെനാൽറ്റി ബോക്സ് നിന്ന് കിട്ടിയ ബോൾ ഒരു ബൈസൈക്കിളിലേക്ക് എടുത്തിട്ട് അടിച്ച് കളയുന്നുണ്ട്. എമ്മാതിരി എന്താ പറയാ, എമ്മാതിരി അഗ്രഷൻ, അതേപോലെ എമ്മാതിരി ക്യാപ്റ്റൻ പാന്റ് ഇടാനുള്ള ഒരു മുതലാന്നറിയോ. എന്താണ് ഈ ചങ്ങായില് ഹൻസി ഫ്ലിക്ക് ഇങ്ങനെ മാറ്റം കൊണ്ടുവന്നെന്ന് ഒരു പിടിയില്ല കേട്ടോ. റഫീനിയ വന്ന് ബാഴ്സയിൽ വന്നപ്പോ തുടക്കമൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു, ക്ലബ്ബ് വിട്ടു പോകാൻ വേണ്ടി നിന്നാണ്. പക്ഷെ ഇപ്പൊ ബാഴ്സ എന്ന് പറഞ്ഞാല് റഫീനിയാന്ന് ഉള്ള ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. ഇമ്മാതിരിയൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ ഒരു പ്ലെയർക്ക്, ഒരു കോച്ചിന്? അത്രയും വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ യമാലിന്റെ വീണ്ടും ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്, ഒരു അസിസ്റ്റും ഇന്ന് ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗോൾ സ്കോറൊക്കെ പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ പറഞ്ഞാല് 85 മിനിറ്റോടെ ഒരു നോമ്പ് വെച്ചിട്ട് 85 മിനിറ്റ് എങ്ങനെ കളിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഹൻസി ഫ്ലിക്കിനോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് യമാലിന് നിങ്ങൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല? അപ്പൊ നല്ല കളിക്കാര് ഫുൾ ടൈം കളിക്കണം എന്നാണ് ആഗ്രഹിക്കുക, അപ്പൊ അവര് കളിക്കുന്നതാണ്. 85-ാം മിനിറ്റിലാണ് അതേപോലെ ഈ ചങ്ങനെ കൊണ്ടുവരുന്നത് റൂണിയാണ് ആ റഫീനയ്ക്കുള്ള അവസാനത്തെ ആ ഒരു കിടിലൻ ഇതിന് അസിസ്റ്റ് കൊടുക്കുന്നത്. അതൊന്ന് ഗോളായിരുന്നെങ്കിൽ എന്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത ആ ഒരു ഹെഡർ പെനാൽറ്റി ബോക്സിന്റെ ഏകദേശം പുറത്ത് വെച്ചിട്ടാണ് ആ ഒരു ഹെഡ് ചെയ്യുന്നത്. എമ്മാതിരി സേവാണ്. അങ്ങനെയാണെങ്കിൽ 4-0 വിജയിക്കേണ്ട കളിയായിരുന്നു. എന്തായാലും മിസ്സായി പോയി എന്നുള്ള കാര്യത്തിൽ സങ്കടം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണ 22 ഷോട്ടുകൾ എടുത്തുള്ള അതിൽ 10 ഓൺ ടാർഗറ്റിലേക്ക് വന്നപ്പോൾ ലെവന്റെ 5 ഷോട്ടുകൾ മാത്രം എടുത്തുള്ള അതിൽ 2 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. 74% പൊസിഷൻ ഉണ്ടായത് ബാഴ്സലോണയ്ക്ക്, 26% മാത്രമേ ലെവന്റേക്ക് പൊസിഷൻ ഉണ്ടായതുള്ളൂ. 738 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 263 പാസുകൾ മാത്രമേ ലെവന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായതുള്ളൂ. 94% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ 82% ഉണ്ടായിരുന്നു. 11 ഫൗളുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്ത് 2 യെല്ലോ കാർഡും അവിടെ ലെവന്റേക്ക് ഒരു യെല്ലോ കാർഡും ഉണ്ട്. 2 ഓഫ് സൈഡ് 3 ഓഫ് സൈഡ് ലെവന്റയുടെ ഭാഗത്തുണ്ടായിരുന്നു. 13 കോർണേഴ്സ് വിൻ ചെയ്തപ്പോ അതിലൊന്നൊരു ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ 13 കോർണേഴ്സ് ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങി 2-3 ഗോളൊക്കെ അടിക്കണം അല്ലേ? എന്താ കഥ, ബാഴ്സലോണയാണ്. അങ്ങനെ സെറ്റ് പീസുകളിലൊക്കെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ആഴ്സണൽ അല്ല എന്നുള്ള കാര്യം ആലോചിക്കണം. ലാ ലീഗില് അടുത്ത മത്സരം വരാൻ പോകുന്നത് ബാഴ്സലോണയ്ക്ക് വില്ലറിലായിട്ടാണ്. അത് ഹോം ഗ്രൗണ്ട് ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ബാഴ്സലോണയ്ക്ക്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന് വരാൻ പോകുന്നത് ഗെത്താഫെ ആയിട്ടാണ്. അത് റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ ബെർണബോയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ബാഴ്സലോണ ക്യാമ്പ് നൗവിൽ 12 മത്സരങ്ങളായിട്ട് സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിൽ പരാജയപ്പെടാതെ പോവുകയാണ്. അപ്പോൾ ഇതിനുശേഷം ഒരു ബിഗ് മാച്ച് നടക്കാൻ പോകുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിൽ, അതേപോലെ തന്നെ റയൽ മാഡ്രിഡിനും ബെൻഫിക്കായിട്ട് ഒരു കിടിലൻ മാച്ച് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഥയിൽ കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.